ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന് പൈസയുണ്ട്, പ്രൈവറ്റ് റീഡിംഗ് ആണല്ലോ, അപ്പോൾ അതിന് പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണുനീരിന് ഈ വ്യക്തി എണ്ണി എണ്ണി ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, വിഷമിച്ചിട്ടുണ്ടാകാം, എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ സങ്കടപ്പെട്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ഇനി ജീവിക്കണം, ഇനി ഒറ്റയ്ക്ക് ഇനി മുന്നോട്ട് ജീവിക്കണം എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അത്രയും ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. പക്ഷെ അവിടെയും തേർഡ് പാർട്ടി സിറ്റുവേഷനും അല്ലെങ്കിൽ അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, കാരണം അതാണ് സിറ്റുവേഷൻ. ഓക്കെ, സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ആ ഒരു മറ്റുള്ളവരുടെ സാന്നിധ്യം കാരണം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും കാര്യങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. അത് തീർത്തും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ഒരു ഫാമിലി ലൈഫ് ആയിരിക്കാം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ അനാവശ്യമായിട്ടൊരു തേർഡ് പാർട്ടി വന്നിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹചര്യവുമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുപക്ഷെ ഈ പേഴ്സൺ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളെ വേണ്ട എന്ന് ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം. കാരണം കുറച്ച് നേരത്തേക്കെങ്കിലും അത് ചിലപ്പോൾ ആഭിചാരക്രിയകളോ അല്ലെങ്കിൽ കൂടോത്രം അങ്ങനത്തെ ബ്ലാക്ക് മാജിക് എഫക്റ്റുകളും കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടും നിങ്ങളെ ഈ വ്യക്തിക്ക് വേണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളോട് പറയുന്നു എനിക്ക് താല്പര്യമില്ല, വേണ്ട എന്ന് പറയുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് ചെയ്തു കൂട്ടിയത് അല്ലെങ്കിൽ എന്താണ് ചെയ്തു പോയത് എന്നുള്ളത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. മറ്റു പലവരുടെയും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബ്രെയിൻ വാഷിങ്, അതിലൊക്കെ ഈ പേഴ്സൺ പെട്ടുപോയി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. ഒരുപക്ഷെ ഈ പേഴ്സൺ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം. സോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ടുണ്ടാകാം, നിങ്ങളെ സംശയിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപക്ഷെ നല്ലൊരു കാമുകിയല്ല, അല്ലെങ്കിൽ നല്ലൊരു കാമുകനല്ല, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവല്ല, ഭാര്യയല്ല എന്നുള്ളത് ഈ പേഴ്സൺ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. അത്രയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്. അത് ഒരു കണക്കിനാണ്, നിങ്ങൾ അതെല്ലാം ഫേസ് ചെയ്ത് ഒരു കണക്കിനാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഈ പേഴ്സണായിട്ടുള്ള ഈ ഒരു കണക്ഷനും കൂടി ഇങ്ങനെ വന്നപ്പോൾ ടോട്ടലി നിങ്ങൾ തകർന്നു പോയതായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ വെറുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നതും ഒരു സത്യം തന്നെയാണ്. ഇവിടെ നീതി ന്യായം എല്ലാം നിങ്ങളുടെ ഭാഗത്താണ് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരിക്കലും യൂണിവേഴ്സ് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഡിസിഷൻ വരില്ല. കാരണം നിങ്ങൾ അന്നും ആഗ്രഹിക്കുന്നതും ഇന്നും ആഗ്രഹിക്കുന്നതും ഈ വ്യക്തിയായിട്ട് നല്ലൊരു കുടുംബജീവിതം തന്നെയാണ്. അതിന് യാതൊരു മാറ്റം അന്നുമില്ല, ഇന്നുമില്ല, ഇനിയൊട്ട് ഉണ്ടാകാനും പോണില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ.
ഇപ്പൊ സാമ്പത്തികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പരിഹരിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാകാം. അപ്പോൾ ഒരു കാലഘട്ടത്ത് ഈ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് അതെല്ലാം തരണം ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഈ ഒരു കാര്യം, അതായത് എല്ലാ കാര്യവും നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ പേഴ്സൺ, ഈ വ്യക്തി നിങ്ങളെ തള്ളിപ്പറഞ്ഞു, അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് നിങ്ങളെ സത്യം പറഞ്ഞാൽ നിങ്ങളെ കൊല്ലുന്നതിന് തുല്യമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, കൊല്ലുന്നതിന് തുല്യമായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഈ വ്യക്തിക്ക് വളരെയധികം ഒരു എന്താ പറയാ, നിങ്ങൾ അത്രയും തളർത്താൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം അത്രയും ഡെഡിക്കേഷൻ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശരിയാവുകയാണെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് വേറെ ആളുണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ ഇത് ശരിയായില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല എന്നുള്ളൊരു മനോഭാവത്തിലല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ അടുത്ത് നിൽക്കുന്നത് 100% ജെനുവിൻ ആയിട്ടാണ്, സത്യസന്ധതയോട് കൂടിയാണ് നിൽക്കുന്നത്. അവിടെ കാപട്യ സ്നേഹമില്ല, അവിടെ അഭിനയമില്ല, നാട്യങ്ങളില്ല, കള്ളങ്ങളില്ല, വഞ്ചനകളില്ല. പക്ഷെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിച്ച പല കാര്യങ്ങളും നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിപ്പോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരിന് ഈ വ്യക്തി എണ്ണി എണ്ണി ഉത്തരം പറയേണ്ട സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് ഒന്നില്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. അത് പല രീതിയിലൂടെയും ഈ വ്യക്തിയെ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാകാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും കാണിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രാധാന്യം അറിയുന്ന ലെവലിലേക്ക് ഈ വ്യക്തി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ യൂണിവേഴ്സും ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ വ്യക്തി അതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായോ? ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഒന്നും ഈ വ്യക്തിക്ക് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ പാരൻസിന്റെ പ്രാർത്ഥനകൾ കൊണ്ടോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഈ പേഴ്സൺ കുറച്ച് ഭാഗ്യം ഒക്കെ ഉള്ള ആളായതുകൊണ്ട് അധികം മോശക്കേടുകളിലേക്കൊന്നും പോകാതെ ഈ വ്യക്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടു പോന്നിരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതായത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എവിടെ പോയാലും ഈ വ്യക്തി രക്ഷപ്പെടും, എന്ത് ചെയ്താലും ഈ വ്യക്തി രക്ഷപ്പെടും എന്നുള്ള ഒരു സിറ്റുവേഷൻ. മനസ്സിലായോ? പക്ഷെ അതെല്ലാം ഇപ്പോ പോയി, അതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം കംപ്ലീറ്റ് ജസ്റ്റിസും കംപ്ലീറ്റ് നീതിയും നിങ്ങളുടെ നേർക്കാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ നേർക്ക് അത്രയും അനുകൂല സാഹചര്യങ്ങൾ കാണിക്കുന്നില്ല. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ കൂടെ പറ്റിച്ചേർന്നിരുന്ന പലവരും ഈ വ്യക്തിയെ അവഹേളിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്രയും സിറ്റുവേഷൻ, അതുകൊണ്ട് തന്നെ അതിലൂടെ ഈ വ്യക്തിക്ക് വിഷമം വരുന്നു, ഈ വ്യക്തിക്ക് കണ്ണുനീര് വരുന്നു, അതിലൂടെ ഈ വ്യക്തി പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് നിങ്ങളുടെ അവസരമാണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരും, അതോർത്ത് ഭയപ്പെടേണ്ട. ഓക്കെ, തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിക്കുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.